നോമ്പ് ദുഷ്ടന്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്ന ഒരു നീണ്ട പിൻവാങ്ങലാണല്ലോ. തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ നോമ്പിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് വാതിൽ തുറക്കുന്ന അതിവിശുദ്ധമായ 40-ാം വെള്ളിയാഴ്ചയുടെ ഈ ദിവസം തിരുവചന മനനത്തിനായി പിതാക്കന്മാർ ക്രോഡീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ആകൽക്കരസായാൽ പരീക്ഷിക്കപ്പെടുന്ന യേശുക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ആത്മാവ് യേശുവിനെ പിശാച് പരീക്ഷിക്കാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ആ സമയം മുതൽ മരുഭൂമി എന്നത് പരീക്ഷയുടെ ഇടമായി മാറുകയാണ്. മാമോദിസായ്ക്ക് ശേഷം 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ ദൈവസംസർഗത്തിനും ആത്മപരിശോധനയ്ക്കും അനുയോജ്യമായ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. വരുവാനിരിക്കുന്ന വേദനയെയും പീഡയെയും അതിജീവിച്ച് ശോഭയോടെ ഉദ്ധിതനാകുവാൻ വേണ്ടിയുള്ള പാഠശാലയാണല്ലോ ഈ മരുഭൂയാത്ര. ആദ്യ മനുഷ്യരായ ആദാമും ഹവ്വായും സാത്താനാൽ പ്രലോഭിതനാകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നാം കാണുന്നുണ്ട്. സാത്താൻ്റെ പ്രലോഭനത്തിൽ ആദ്യ മാതാപിതാക്കൾ വീണപ്പോൾ അവർക്ക് സ്വർഗം നഷ്ടമായി. എന്നാൽ യേശു പ്രലോഭനത്തിൽ വീഴാതെ ആകൽക്കരസായി ജയിക്കുകയാണിവിടെ. യഹോവയുടെ വാഗ്ദത്ത ജനതയായ ഇസ്രായേൽ ജനവും മരുഭൂപ്രയാണകാലത്ത് യേശുവിന് സമാനമായ 3 തരത്തിലുള്ള പ്രലോഭനങ്ങൾ നേരിടുന്നുണ്ടല്ലോ. ഒന്നാമത്തേത് അപ്പത്തെ സംബന്ധിച്ചായിരുന്നെങ്കിൽ രണ്ടാമത്തേത് റഫീദിൽ വെച്ച് വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ യഹോവയെ പരീക്ഷിച്ച് കലഹിച്ചതായിരുന്നു. മൂന്നാമത്തേതോ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചതാണ്. എന്നാൽ ഇതിന് സമാനമായ പരീക്ഷണങ്ങളിൽ യേശു വിജയിക്കുന്നതാണ് യഹൂദ്യ മരുഭൂമിയിൽ നാം കാണുന്നത്. യേശു നേരിട്ട ആദ്യ പരീക്ഷണം കല്ലുകളെ അപ്പമാക്കുക എന്നതാണ്. പിശാച് യേശുവിൻ്റെ ദൈഹിക ശുഭിതാവസ്ഥയെ ഉപയോഗപ്പെടുത്തുവാൻ നോക്കുമ്പോൾ ആത്മാവിൻ്റെ ആഹാരം ദൈവവചനമാണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പിൽ നാം ഉപവസിക്കുന്നത് ഭക്ഷണ നിയമമല്ല, പകരം ആത്മീയമായി ദൈവത്തോട് ബന്ധപ്പെടാനുള്ള കഠിനാധ്വാനമാണ്. ഭൗതിക ആവശ്യങ്ങൾക്കുള്ള തൃഷ്ണയേക്കാൾ ഉപവാസത്തിൻ്റെ ആത്മാർത്ഥത നാം പാലിക്കുന്നുണ്ടോ എന്ന് യേശു തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ്. രണ്ടാമത്തെ പരീക്ഷണമാകട്ടെ ദൈവത്തെ പരീക്ഷിക്കലായിരുന്നു. ദൈവത്തെ പരീക്ഷിക്കുക എന്ന അഹങ്കാരമാണ് പിശാച് ക്രിസ്തുവിൽ പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് താഴെ വീഴാനുള്ള ഈ ആഹ്വാനത്തോട് യേശു പൊരുതുന്നതും തിരുവചനം കണ്ടാണ്. ആത്മീയതയെ അതിസ്വാഭാവിക പ്രകടനമാക്കുന്നതിന് പകരം ദൈവസംരക്ഷണയിൽ സമ്പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് എന്ന് കർത്താവ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. മൂന്നാമതായി ഭൗതിക മഹത്വത്തിനും രാജ്യത്തിനും വേണ്ടിയുള്ള സ്തുതി. ഇവിടെ പിശാച് ക്രിസ്തുവിനോട് പൂർണ്ണ ലൗകിക ഭരണാധികാരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെ അധികാരമോഹത്തിൽ ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും ആരാധിക്കുവാനുള്ള പരീക്ഷണമാണ്. എന്നാൽ ക്രിസ്തു സാത്താനോട് പിന്മാറാനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നതും നാം ആരെയാണ് നമസ്കരിക്കുന്നത് എന്നാണ്. പണത്തെയും അധികാരത്തെയും പ്രശസ്തിയെയുമാണോ അതോ സത്യത്തെയും ദൈവത്തെയുമാണോ? പ്രിയ ദൈവജനമേ, ഈ നോമ്പുകാലം ഒരു പരീക്ഷയാണ്. പാപത്തിൽ നിന്നുള്ള വിടുതലും ആത്മാവിൻ്റെ പരിശുദ്ധീകരണവും. അതിനാൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. എത്ര ദിവസം ഏതൊക്കെ നോമ്പ് നോക്കി എന്നല്ല, പകരം എങ്ങനെ നോമ്പ് നോക്കി എന്ന് നമുക്ക് സ്വയം ചോദിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഈ മരുഭൂയാത്ര 3 ചോദ്യങ്ങൾ നമ്മളോട് അവശേഷിപ്പിക്കുകയാണ്. 1. ഈ നോമ്പിൽ നമ്മുടെ ജീവൻ ഭൗതിക ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? 2. ഈ നോമ്പിൽ നാം ദൈവവചനത്തിൽ ആഴം കാണുന്നുണ്ടോ? 3. ഈ നോമ്പിൽ നാം നമ്മുടെ അഹങ്കാരത്തെ മാറ്റിവെക്കുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, അവസാനമായി നമുക്ക് സാത്താനെ മാറ്റി നിർത്തി ദൂതന്മാരുടെ അകമ്പടി സ്വീകരിക്കാം.